അതാണ് ദുരന്തമെന്ന് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ സൃഷ്ടാവിനെ അങ്ങ് മറന്നുപോയി, സൃഷ്ടിക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സിമ്പിളി ചോദിക്കാം. പിന്നെ 2018 പ്രളയം വന്നോ? വേഗം വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? സത്യം പറ, പോയില്ലേ? നമ്മൾ മറ്റുള്ളവരെ പറയുന്ന മോശം, നമുക്ക് നമ്മുടെ കാര്യം പറയാമല്ലോ. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും വർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പോയി. ചാക്കോച്ചൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. ഹെലികോപ്റ്റർ പാഞ്ഞു വന്നപ്പോൾ ചാക്കോച്ചൻ വിളിച്ച വിളി എന്താന്ന് നെഞ്ചി കൈവച്ച് സത്യം മറന്നോണം പറയുന്നത്. ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്നാൽ വർഗീസിനെ രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കാൻ? സത്യം പറ, കള്ളം പറയുന്നത്. എന്നെ രക്ഷിക്കണമെന്ന് വിളിക്കും അല്ലേ? ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇത് ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചാൽ അതിനോട് പറയാ എന്നെ രക്ഷിക്കണേ. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാൻ? ഇതാ മനുഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടാവിനെ എന്ന് മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന മനസ്സിലാക്കുന്നുണ്ടോ? അക്ഷയനായ ദൈവത്തിന് വേണ്ടിക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചു? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചു? മനുഷ്യന് മഹത്വം കൊടുക്കാൻ തുടങ്ങി, പുകഴ്ച കൊടുക്കാൻ തുടങ്ങി, ആരാധന കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ആരുണ്ടായി? പറ. ആൾ ദൈവങ്ങളുണ്ടായി. ശരിയാണോ? ഇന്ന് കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ വേണ്ട. മുക്കിന് ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടം മലയാളിയാ കേരളം. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പൊ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുത്തു? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന് കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായി. പിന്നെ പറയുന്നു എന്താ? പക്ഷി, പിന്നെ പറയുന്നു നാൽക്കാലി, പിന്നെ പറയുന്നു ഇടജാതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി എന്ത് ചെയ്തു? ഈ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൊണ്ടിലാക്കി കോട്ടയത്ത് ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. മനസ്സിലായില്ല? നാൽക്കാലി വീര, മേലെ എരുകാലി, കീഴെ ഇടജാതിക്ക് 2 ചറകം. ഇപ്പൊ പിടികിട്ടി. പിടികിട്ടണമല്ലോ. മണ്ടൻ ക്രിസ്ത്യാനി ദൈവത്തിന്റെ വചനം പറയുക, ഇരട്ടകത്ത് കയറി, പാപം അകത്ത് കയറി, മനുഷ്യനെ കൺട്രോൾ ചെയ്ത് സൃഷ്ടാവിൽ നിന്ന് അകറ്റി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവൻ പങ്കുവെച്ചെന്ന് ഇന്ന് രാത്രി എന്റെ കണ്ണു തുറക്കാനായി പറയുന്നത്. അവൻ ഞാൻ എന്റെ മഹത്വം, എന്റെ സ്തുതി മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഹോമയായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചെന്ന്. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിക്ക് മഹത്വം കൊടുത്ത് മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. എന്താ ചെയ്തത്? ദൈവം ചെയ്തെന്താ? മനുഷ്യന്റെ മുമ്പിൽ പ്രമാണം വെച്ചു കൊടുത്തു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടുമെന്ന് നല്ല വൃത്തിയായി കാറ്റലോഗ് തിരിച്ചു കൊടുത്ത ആമേൻ ഒരു പ്രമാണം. അതാ ന്യായപ്രമാണം. മനസ്സിലായോ? ഇനി ഒന്നുകൂടെ വേണേൽ സിമ്പിളായിട്ട് പറയാം. ഇവിടെ ഇന്ന് നമ്മൾ ഏതൊരു സാധനം വാങ്ങിയാലും, വാച്ച് വാങ്ങിയാൽ ബൈബിൾ വാങ്ങിയാൽ കിട്ടത്തില്ല, മൊബൈൽ വാങ്ങിയാൽ, വാച്ച് വാങ്ങിയാൽ, പിന്നെ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിയാൽ കടയിൽ നിന്ന് അതിൻ്റെ കൂടെ ഒരു പുസ്തകം കിട്ടും. ശരിയല്ലേ? ഈ 10 രൂപയുടെ എലിവേഷം മേടിച്ച് അതിൻ്റെ കൂടെ ചുരുട്ടി ഒരു പേപ്പർ ഉപയോഗിക്കേണ്ടുന്ന വിധം അല്ലെ? അത് ഉണ്ടാക്കിയ കമ്പനിക്കാര് എഴുതി വെച്ചിരിക്കുക, പിള്ളേരുള്ളിടത്ത് ഇട്ടേക്കരുത്, ആഹാരത്തിന്റെ അടുത്ത് വെക്കരുത് എന്നൊക്കെയാ അല്ലെ? ഇത് കമ്പനിക്കാരന്റെ നിയമമാണ്, നിബന്ധനകളാ. ശരിയാണോ? ഇതുപോലെ മനുഷ്യനെ നിർമ്മിച്ച നിർമ്മാണ കമ്പനിയാ ദൈവം. ആ ദൈവം ഈ നിർമ്മിച്ച മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, എന്ത് ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും, എന്ത് ചെയ്താൽ നീ ശപിക്കപ്പെടും, എന്ത് ചെയ്താൽ നീ നിത്യജീവൻ പ്രാപിക്കും, എന്ത് ചെയ്താൽ നീ നരകത്തിൽ പോയി വീഴുമെന്നെല്ലാം കാറ്റഗറി തിരിച്ചെഴുതി അങ്ങോട്ട് കൊടുത്ത പ്രമാണം. മനസ്സിലായോ? പക്ഷെ മനുഷ്യനാരാ മോൻ? പ്രമാണം കച്ചത്തി വെച്ചുകൊണ്ട് പിന്നെയും പാപം. പണ്ട് അറിയാമോ ഒരു ഫ്രിഡ്ജ് മേടിക്കും. അറിയാമെങ്കിൽ കിട്ടി എന്ത്? കാറ്റലോഗ്. ഫ്രിഡ്ജിന്റെ തലയെ കൊണ്ടുവന്ന് അങ്ങ് വെച്ചു. അവിടെ ആണല്ലോ സ്ഥലം. പുസ്തകം കൊണ്ട് വെക്കും. എന്നിട്ട് ഒരു കമ്പിളി തുണി എടുത്ത് അതിന്റെ പുറത്തുകൂടെ അങ്ങ് വിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലേ. ഇത് കണ്ട് മറിയാൻ പറ്റി ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് കുത്തി ഇളക്കാനായിട്ട് വരിക. അപ്പം കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്. കൊച്ചുമോൻ പറഞ്ഞു, അമ്മാമ എവിടെ പോകുന്നു? പിച്ചാത്തിയാണ്. എടാ ഐസ് കട്ട പിടിച്ച് കണ്ടില്ലേ, കുത്തി ഇളക്കാം. ഓ എന്റെ പൊന്നമ്മാമേ, ഈ കമ്പനിക്കാർ തന്ന പുസ്തകം എന്ത് ചെയ്യും? ആ ഫ്രിഡ്ജിന്റെ തലയിലിരിക്കുവാണ്. എൻ്റെ പൊന്ന അമ്മാമേ, ആ പുസ്തകം എടുത്ത് വല്ലപ്പോഴും ഒന്ന് വായിക്ക്. അതിനാടാ അമ്മാമേ, ഈ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച ചെറിയ കുഴലുകൾ ഇങ്ങനെ പോകുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ വെള്ളം തണുത്ത് എന്താകുന്നത്, ഐസാകുന്നത്. ഗ്യാസ് ആയതിൻ്റെ പുറകിലെ കാര്യക്കാരി. അപ്പം മുനയുള്ള പിച്ചാത്തി, കമ്പി, പിന്നെ സൂചി ഒന്നും കൊണ്ടിട്ട് കുത്തി അതിൻ്റെ അകത്ത് ഹോള് വീണാൽ ഗ്യാസ് എന്ത് ചെയ്യും? ലീക്കാവും. പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഇത് പിന്നെ അലിച്ചു കളയാനെന്ന്. ഇത് കമ്പനിക്കാരെഴുതിയ പുസ്തകം എവിടെ ഇരിക്കുക പറ? ഫ്രിഡ്ജിൻ്റെ താലെ. ഉടനെ മറിയാമ്മ പറഞ്ഞ മറുപടി കേൾക്കണോ? പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാൻ ഇത് ഇന്നും ഒന്നല്ലേ തുടങ്ങിയ കുത്തല്ല. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് ഞങ്ങൾ ഈ കുത്ത ഇങ്ങനെ കുത്തും. കുത്തും. ഇതാ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ഡയലോഗ്. അമ്മാമേ, ഈ നിങ്ങൾ ഈ ചെയ്യുന്ന ഇത് ബൈബിളുണ്ടോ? ബൈബിൾ അങ്ങനെ എന്തെല്ലാം പറയും ഇല്ലേ? ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും എല്ലാം കൊണ്ട് ബൈബിളെ കയറ്റി വെച്ച് ചെമ്പരത്തിപ്പവും പറിച്ചോട്ടി അങ്ങനത്തെയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. ഈ പുസ്തകം വായിക്കാനായി പറഞ്ഞത് മനസ്സിലായോ? ഒരു പെന്തിക്കോസുകാരൻ്റെ വാക്ക് നീ കേൾക്കണ്ട. വീട്ടിൽ പുസ്തകം ഇരിപ്പുണ്ട്, അതെടുത്ത് വായിക്കാനാണ് പറഞ്ഞത്.